വികസന കാഴ്ചപ്പാട് മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ. തൊഴിലും വരുമാനവും ഇല്ലാതാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ നടക്കുന്ന ആധാരമെഴുത്ത് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചേർന്ന ട്രേഡ് യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് മനസ്സിലാകും. കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചത് മനസ്സിലാകില്ല. പക്ഷെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ദരിദ്രപരമായ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്കുള്ള അവരുടെ ഓട്ടം, അവരുടെ പ്രയാണം എത്ര വേഗമാണെന്ന് കാണാം. പട്ടിണിയുള്ള രാജ്യം അതിന്റെ കണക്കെടുത്തത് ഇന്ത്യയാണ്. ഒരു ഭാഗമായി നിങ്ങളെയും ബാധിക്കും. ഞാൻ വിശദാംശം പോലും അദ്ദേഹം കൊണ്ടിരുന്നതല്ല. പൊതുമേഖലയിലും ആധാരമെഴുത്ത് മേഖലയിലും ഒരു പ്രക്രിയയാണ്. ഇവിടെയാണ് നമുക്കൊരു ബദൽ ആവശ്യം. ഒരു വികസന കാഴ്ചപ്പാടാണ്. അതായത് വികസനം വേണം. മനുഷ്യന്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള വികസനം, നിത്യവരുമാനം കൃത്യമായി ലഭിക്കുക എന്നുള്ള വികസനം. പുന്നപ്ര മാർ ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശിമോഹൻ അധ്യക്ഷനായിരുന്നു. CITU സംസ്ഥാന സെക്രട്ടറി P ഗാനകുമാർ, KPCC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ, AITUC ജില്ലാ സെക്രട്ടറി DP മധു, BMS ജില്ലാ സെക്രട്ടറി G ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടും വേനലിൽ വിളവ് നഷ്ടപ്പെട്ട നെൽകർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. നെല്ല് ഉണങ്ങിക്കരിഞ്ഞു പോയതിനാൽ കൊയ്ത്ത് പോലും വേണ്ടെന്ന് വെച്ച നിരവധി കർഷകർ വിശാല കുട്ടനാട്ടിലുണ്ടെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. 2023-24 വർഷത്തിലെ പുഞ്ചകൃഷിയുടെ വിളവെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ ഏപ്രിൽ അവസാനം മുതൽ മെയ് ആദ്യ ആഴ്ച വരെ വിളവെടുപ്പ് നടത്തിവന്ന പാടശേഖരങ്ങളിൽ കർഷകർക്ക് കാര്യമായ വിളവൊന്നും ലഭിച്ചിട്ടില്ല. കോട്ടയം നാട്ടകം കൃഷിഭവന്റെ കീഴിലുള്ള എരവുകേരി പാടശേഖരത്തിൽ 4 ഏക്കറിൽ നിന്ന് ലഭ്യമായത് 331 കിലോഗ്രാം നെല്ല് മാത്രമാണ്. കൊയ്ത്തു മെഷീനുകൾ മണിക്കൂറുകളോളം കൊയ്തിട്ടും മെഷീനുള്ളിൽ നെല്ല് ലഭിക്കാത്തതിനെ തുടർന്ന് പല കർഷകരും വിളവെടുപ്പ് തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കൊയ്തവർക്കാകട്ടെ ഏക്കറിന് 8 കിൻഡലിൽ താഴെ മാത്രമാണ് വിളവ് ലഭിച്ചതും. തിരുവാർപ്പ് കൃഷിഭവൻ പരിധിയിലെ ചെങ്ങളം, കേളക്കരി, മാടപ്പള്ളിക്കാട് പാടശേഖരത്തെ കർഷകരും വിളവ് മോശമായതിനെ തുടർന്ന് കൊയ്ത്ത് തന്നെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പല ദിവസങ്ങളിലും യെല്ലോ അലർട്ടും ഉഷ്ണതരംഗവും പ്രഖ്യാപിച്ചിരുന്നു. സൂര്യാഘാതം പക്ഷിമൃഗാദികളിലും മനുഷ്യരിലും എന്ന പോലെ സസ്യലതാദികളെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. നെൽച്ചെടികളെയും ഇത് ദോഷകരമായി ബാധിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആയിരക്കണക്കിന് രൂപ മുടക്കി നെൽകൃഷി ചെയ്യുന്ന ചെറുകിട നാമമാത്ര കർഷകരെയും പാട്ട കർഷകരെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ മൂലം വിളവ് കുറഞ്ഞിരിക്കുന്ന മുഴുവൻ നെൽകർഷകർക്കും സംസ്ഥാന ഗവൺമെൻറ് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നെൽകർഷക സംരക്ഷണ സമിതി ഉന്നയിക്കുന്നത്. കഠിനമായ വേനൽ മൂലം വിളവ് ലഭിക്കാതിരുന്ന കർഷകരെ പാടശേഖരങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷമാണ് നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. കേളക്കരി മാടപ്പള്ളിക്കാവ് പാടശേഖരത്തിൽ തിരുവാർപ്പ് പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ കീഴിലുള്ള ഈ പാടശേഖരത്തിൽ കൊയ്ത നെല്ലിന്റെ അവസ്ഥയാണിത്. വളരെ ഭീകരമായിരിക്കുന്നു. മുഴുവനും ഏതാണ്ട് 80% പതിര് തന്നെയായി മാറിയിരിക്കുന്നു. ഉണങ്ങിക്കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് എത്രയും വേഗം കൃഷി വകുപ്പും ഇടപെട്ട് ഇതൊരു ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ച് ആവശ്യമായ നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാവുക മാത്രമാണ് പരിഹാരം കാണാൻ കഴിയുന്നത്. വിശാല കുട്ടനാട്ടിന്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയും പത്തനംതിട്ട ജില്ലയും യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും ഈ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് മനുഷ്യർ വെയിലേക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഈ വയലുകളിലുള്ള നെൽച്ചെടി എന്ത് ചെയ്യും? അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിളവ് ഇത്രമാത്രം കുറഞ്ഞിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4 ഏക്കറിൽ നിന്ന് 331 കിലോ നെല്ല് കിട്ടുന്നു. 4 കിൻഡൽ പോലും നെല്ല് കിട്ടുന്നില്ല. അതുകൊണ്ട് നെൽകർഷക സംരക്ഷണ സമിതി ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിഷയത്തിൽ അടിയന്തരമായ ശ്രദ്ധ ചെലുത്തണം. മുഖ്യമന്ത്രി സ്ഥലത്തില്ലെങ്കിലും വകുപ്പ് മന്ത്രിമാരെ കൂടി ആലോചിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള സത്വര നടപടി എടുത്ത് കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണം. സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷ്റഫ്, രക്ഷാധികാരി വിജയലാലി, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വൈസ് പ്രസിഡന്റുമാരായ KB മോഹനൻ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, P വേലായുധൻ തുടങ്ങിയവർ കർഷകരെ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു.
സെപ്റ്റേജ് മാലിന്യങ്ങൾ അഥവാ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി നഗരസഭ. ഈ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ നഗരമായി മാറിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി. സെപ്റ്റേജ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നത് വളരെ ക്ലേശകരമായ പ്രവർത്തനമായി മാറിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ട് മാലിന്യങ്ങൾ രാത്രിയുടെ മറവിൽ മുക്കിലും മൂലയിലും ജലാശയങ്ങളിലും ഒഴുക്കിവിടുന്നതും പലപ്പോഴും വാർത്തയാകാറുണ്ട്. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ടോയ്ലറ്റ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് പുതിയ സാങ്കേതികവിദ്യ ചങ്ങനാശ്ശേരി നഗരസഭയിൽ ആരംഭിക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ ബീന ജോബി മാധ്യമങ്ങളോടായി പറഞ്ഞു. നഗരസഭയുടെ ഏറ്റവും വലിയ ഒരു തലവേദന ഉണ്ടാക്കുന്നതായിരുന്നു ടോയ്ലറ്റ് വേസ്റ്റുകൾ. നമ്മൾ മിക്കവാറും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോയ്ലറ്റ് വേസ്റ്റുകൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് വഴികളിലും ജലാശയങ്ങളിലും കൊണ്ട് ഒഴുക്കി റോഡുകളും വഴികളും എല്ലാം മലിനമാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് ചങ്ങനാശ്ശേരി നഗരസഭ ഈ ഒരു പ്ലാന്റ് എന്നിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇതിലൂടെ ടോയ്ലറ്റ് വേസ്റ്റുകൾ വെള്ളം പൂർണ്ണമായിട്ടും ശുചീകരിച്ച് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന സോളിഡ് വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റത്തക്ക രീതിയിലും ഉള്ള ഒരു പ്ലാന്റാണ് ഇന്നിവിടെ ഈ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഒരു ചെറിയ ട്രക്കിൻ്റെ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്കുകളിലെ ഉള്ളടക്കങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സംവിധാനമാണിത്. ഇതിൽ സംസ്കരിക്കുന്ന മലിനജലം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ളതായി മാറും. ഖരാവസ്ഥയിലുള്ള മാലിന്യം കട്ടിയുള്ളതാക്കി മാറ്റുകയും വളമായി ഉപയോഗിക്കാവുന്ന വിധത്തിലുമാകും. നഗരത്തിലെ വ്യാപാരശാലകൾക്കും ഹോട്ടലുകൾക്കുമെല്ലാം ഈ സംവിധാനം ഏറെ പ്രയോജനപ്പെടുമെന്ന് വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് പറഞ്ഞു. ഇത് ഇന്ത്യയിൽ രണ്ടാമത് നഗരമാണ് ഇങ്ങനെയൊരു മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വാങ്ങുന്ന അല്ലാതെ ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്ത രണ്ടാമത്തെ നഗരമാണ് നമ്മുടെ നഗരം. അത് നമുക്കേറെ അഭിമാനമാണ്. പ്രത്യേകിച്ചും ചാലക്കുടി നഗരസഭയാണ് ഇത് ആദ്യം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ചാലക്കുടി നഗരസഭ ഇത് വാങ്ങി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളും രണ്ടാമതായിട്ട് നമുക്കിത് വാങ്ങാൻ കഴിഞ്ഞു. ഈ നഗരത്തിലും അതുപോലെ സമീപത്തുള്ള പഞ്ചായത്തുകളിൽ ഇതിൻ്റെ പ്രയോജനം ലഭ്യമാക്കും. അത് ചെറിയ തോതിൽ നഗരത്തിലെ കൗൺസിൽ കൂടി അതിൻ്റെ തുകയൊക്കെ നിശ്ചയിക്കും, ഒരു തുക നിശ്ചയിക്കും. അതിനേക്കാൾ ഒരു ചെറിയ വർധനവോടുകൂടി പഞ്ചായത്തുകളിലും ഇതിൻ്റെ പ്രയോജനം കിട്ടും. മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് ഉപയോഗിക്കുന്നതിന് നൽകേണ്ടി വരുന്ന തുക എത്രയാണെന്ന് എത്രയും വേഗം കൗൺസിൽ കൂടി തീരുമാനിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PA നിസാർ, KM നജിയ, എൽസമ്മ ജോബ്, അഡ്വക്കേറ്റ് മധുരാജ്, പ്രിയ രാജേഷ് എന്നിവരും വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗം ചങ്ങനാശ്ശേരിയിൽ നടത്തി. ഗവൺമെന്റ് ഹൈസ്കൂളിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. മാണിസാറിന്റെ പാർട്ടിയുടെ ആളെന്നുള്ള രീതിയിൽ ഒരിക്കലും അഭിഭാഷകർക്കും അതോടൊപ്പം തന്നെ ക്ലർക്കുമാർക്കും കേരളത്തിലെ നിയമരംഗത്തെ ഒരിക്കലും നടക്കാൻ പറ്റാത്തതാണ് മാണിസാർ. അഭിഭാഷകരുടെ ശ്രമത്തിൽ ഉണ്ടാക്കിയതും മാണിസാർ. ഇന്ന് ഈ സമൂഹത്തിൽ ഒത്തിരിയേറെ ശ്രമങ്ങൾ നമുക്കറിയാമല്ലോ. കർഷക തൊഴിലാളി പെൻഷൻ 1980 യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് V. രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി VK രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടറി KC ബിനു, ചങ്ങനാശ്ശേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. മാധവൻപിള്ള, M. കൃഷ്ണൻകുട്ടി നായർ, സുധീർ ബാബു, AD മനോഹരൻ, T. ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ സിവിൽ സ്റ്റേഷനിൽ വിവിധ സർക്കാർ ഓഫീസുകളിലെ മാലിന്യ ശേഖരണത്തിനായി ബിന്നുകൾ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. ഓഫീസുകളിലെ മാലിന്യങ്ങൾ തരംതിരിച്ച് കൈമാറുന്നതിന് 2 തരം ബിന്നുകളാണ് വിതരണം ചെയ്തത്. ഓഫീസുകൾ ഹരിതകർമ്മ സേനയിൽ രജിസ്റ്റർ ചെയ്താണ് അജൈവ മാലിന്യം കൈമാറുക. ഡെപ്യൂട്ടി കളക്ടർ S. സന്തോഷ് കുമാർ, HS. പ്രീത പ്രതാപൻ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂലൈ 1 സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളും പൂർണ്ണമായും ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഓഫീസുകളിൽ പഴയ ഫയലുകളും റെക്കോർഡുകളും വൃത്തിയായി പൊതിഞ്ഞ് ലേബൽ ചെയ്ത് സൂക്ഷിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് എല്ലാ ദിവസവും എയറോബിക് ബിന്നിൽ എത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം.
പ്ലാസ്റ്റിക് പാത്രങ്ങളിലെ ഭക്ഷണ വിതരണം കളക്ടറേറ്റിൽ നിരോധിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള ഹരിത പെരുമാറ്റച്ചട്ടം എല്ലാ ഓഫീസുകളും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പ്രത്യേക സംഘം പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കേരള ഹിന്ദു സഭോവർ സമാജം 12ാം സംസ്ഥാന സമ്മേളനത്തിന് ചങ്ങനാശ്ശേരിയിൽ വർണ്ണശബളമായ തുടക്കം. വ്യത്യസ്തങ്ങളായ പരിപാടികൾ കൊണ്ട് സമ്മേളനം ശ്രദ്ധേയം. ഉദ്ഘാടന സമ്മേളനം, പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, കലാപരിപാടികൾ, കലാകാരന്മാരെ ആദരിക്കൽ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പരിപാടി. ചങ്ങനാശ്ശേരി ടൗൺ ഹാളിൽ ശനിയാഴ്ച രാവിലെ 10:30 അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലോകത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എല്ലായിടത്തും വളർച്ച ഉണ്ടായിരിക്കുന്ന ഈ രീതിയിലാണ്. ഒറ്റയടിക്കോ 1 വർഷമോ 2 വർഷമോ കൊണ്ടല്ല ഈ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായത്. സമാജം സംസ്ഥാന പ്രസിഡന്റ് KK രാജൻ ചിത്രപ്പുഴ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ K കന്യാടത്ത്, KP രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മധു മുക്കട രചിച്ച കാവാരിക്കുളം കണ്ടൻകുമാരൻ ലഘു ജീവചരിത്രം എന്ന പുസ്തകം സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. നമ്മുടെ ഒരു കൈ സഹായം ഉണ്ടെങ്കിൽ മജേഷ് ഇനിയും ജീവിക്കും. തലവടി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ കറുകയിൽ വീട്ടിൽ മനോഹരന്റെ മകൻ 32 വയസ്സുള്ള മജേഷ് ഇരുവൃക്കകളും തകരാറിലായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 1 വർഷമായി കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മജേഷ്. മജേഷിന്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ അടിയന്തരമായി കിഡ്നി മാറ്റിവെക്കേണ്ടതുണ്ട്. ഭാര്യ സജിത കിഡ്നി ദാനം ചെയ്യുവാൻ തയ്യാറാണ്. എന്നാൽ ചികിത്സയ്ക്ക് 15 ലക്ഷത്തോളം രൂപ ആവശ്യമായി വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഇത്രയും തുക കണ്ടെത്താൻ കഴിയുന്നില്ല. ആയതിനാൽ മജേഷിന്റെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ തുക കണ്ടെത്തുവാൻ ചികിത്സാ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ സമിതി ചെയർപേഴ്സണായും ജോജി J വയലപ്പള്ളി കൺവീനറായും TN സതീശൻ ട്രഷററായുമായാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. സമിതിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിനായി നീരേറ്റുപുറം ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അക്കൗണ്ട് നമ്പരും IFSC കോഡും സ്ക്രീനിൽ കാണാവുന്നതാണ്. ഒത്തുതീർപ്പിന് കക്ഷികളുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ DYFI നേതാവിനെ SI മർദ്ദിച്ചതായി ആരോപണം. DYFI ബുധനൂർ മേഖലാ സെക്രട്ടറി അഖിൽ T ദേവിന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനം ഏറ്റതായാണ് ആരോപണം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബുധനൂർ സ്വദേശിനിയായ ഒരു സ്ത്രീ നൽകിയ പരാതി ഒത്തുതീർപ്പാക്കുന്നതിനായി കക്ഷികളുമായി മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു അഖിൽ. CI അവധിയായതിനാൽ SI സനീഷിനെ കാണുന്നതിനായി ഉച്ചവരെ കാത്തുനിന്നിട്ടും കാണാൻ കഴിയാത്തതിനെ തുടർന്ന് SIയുടെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ SI അഖിലിന് നേരെ അസഭ്യവർഷവും മർദ്ദനവും നടത്തിയതായാണ് ആരോപണം. SI അഖിലിനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയതായും അഖിൽ പറയുന്നു. വീഴ്ചയിൽ പരിക്കേറ്റ അഖിൽ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം കെവിൻ കെന്നഡി ഉദ്ഘാടനം ചെയ്തു. DYFIയുടെ ബുധനൂർ മേഖലാ സെക്രട്ടറി ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് അഖിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ 10 മണിക്ക് സ്റ്റേഷനിലെത്തുകയുണ്ടായി. SIയുടെ ഓഫീസിലേക്ക് സഖാവ് അഖിൽ കടന്നു ചെല്ലുമ്പോൾ ആ സഖാവിനെ അസഭ്യം പറഞ്ഞുകൊണ്ട്, ജാതി വിളിച്ചാക്ഷേപിച്ചുകൊണ്ട്, കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചുകൊണ്ട് കഴുത്തിന് പിടിച്ച് തള്ളുന്ന സ്ഥിതിയുണ്ടായി. മാന്നാർ SIയെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിനു മുമ്പും ഈ സമാനമായ രീതിയിലുള്ള സമീപനമാണ് മാന്നാർ SI ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോടും അതോടൊപ്പം തന്നെ പാർട്ടിയുടെയും DYFIയുടെയും പ്രവർത്തകരോട് സ്വീകരിച്ചു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അരുൺ കൃഷ്ണ അധ്യക്ഷനായിരുന്നു. അരുൺ മുരുകൻ, അമൽ കൃഷ്ണ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി രന്തീർ കുമാർ എന്നിവർ സംസാരിച്ചു. സ്റ്റോർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പരുമലക്കടവിൽ സമാപിച്ചു. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർന്നു. SDV ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സമൂഹത്തിൽ അതിൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി
രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത്. നമുക്ക് ഓരോ യൂണിയനും ഒക്കെയുള്ള സംഘടനകൾ നമുക്കറിയാം. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും അല്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ 60 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇവിടെ ഉള്ളത്. ഈ സംഘടന പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് നമുക്ക് വേണ്ടിവരുന്ന ആവശ്യങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ എല്ലാം തന്നെ നേടിയെടുക്കുവാൻ, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ഒക്കെ തന്നെ കഴിവ് വന്നിട്ടുള്ളത് ഈ 60 വർഷക്കാലത്തെ ഇവിടുത്തെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഒരു അധ്യാപക വൃത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും മറ്റ് ജോലികളിൽ നിന്ന് വിഭിന്നമായ ഒരു ജോലിയാണ് അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാകേഷ് തമ്പി സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി എൻ ഹരീഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ശശിധരൻ, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് മാത്യു, ജി സുരേഷ് കുമാർ, ആർ സന്തോഷ്, ആർ വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ടെലിവിഷൻ താരം പുന്നപ്പറ മധു ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നീലക്കുറിഞ്ഞി പഠനോത്സവം. പത്തനംതിട്ട ജില്ലാതല ക്യൂസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാകിരണം മിഷൻ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടുമായി സഹകരിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്യൂസ് മത്സരത്തിലെ പത്തനംതിട്ട ജില്ലാതല വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പത്തനംതിട്ട കാത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ വി രാജു സമ്മാന വിതരണം നടത്തി. രണ്ടാം സ്ഥാനം അമേയ പി ലക്ഷ്മി. ജില്ലാതലത്തിൽ മൂന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അമേയ സുനിൽ, NSS ഗേൾസ് ഹൈസ്കൂൾ പന്തളം. ഇനി വരുന്ന തലമുറയ്ക്കും ഈ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങൾക്കും ഒക്കെ തന്നെ യാതൊരു കേടും കൂടാതെ എങ്ങനെ ഈ പ്രകൃതിയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിന്യ സംസ്കരണം തന്നെയാണ്. ഹരിതകേരളം മിഷന്റെ ഒക്കെ വലിയ പദ്ധതികൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. ഈ പച്ചത്തുരുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ സ്കൂളുകളിലൊക്കെ നടപ്പാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പാർക്കൊന്നും ഇപ്പോൾ ഒരു സ്കൂളിൽ കാണാൻ കഴിയുന്നില്ല. പച്ചത്തുരുത്ത് ഏതാനും ചില സ്കൂളുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിലെ പ്രവർത്തനങ്ങളിൽ ശരിക്കും ജാഗരൂകരായിട്ട് ഇടപെടേണ്ട ഒരു വിഭാഗമാണ് കുഞ്ഞുങ്ങൾ. പാഠപുസ്തകത്തിനുപരി നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ, നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഇടപെടണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഈ മൂന്നാറിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടൂർ പ്രോഗ്രാം എന്നുള്ളതിൽ കവിഞ്ഞ് പഠനത്തിന്റെ ഒരു വലിയൊരു സാധ്യതയാണ് അവിടെ. പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നതിനും നീലക്കുറിഞ്ഞി, അതുപോലെ വരയാടുകൾ, അങ്ങനെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മൂന്നാറിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതിൽ ഇതിലേക്ക് വരുന്ന തിരഞ്ഞെടുക്കുന്ന 4 പേരും തീർച്ചയായിട്ടും പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. 4 പേര് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും മൂന്നാറിൽ ഒക്കെ ഒരു 1-2 ദിവസമൊക്കെ സന്ദർശനം നടത്തേണ്ടതാണ്. മാടമൺ ഗവൺമെന്റ് UP സ്കൂളിലെ നിരഞ്ജൻ ഉല്ലാസ്, പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ അമേയ പി ലക്ഷ്മി, പന്തളം NSS ഗേൾസ് ഹൈസ്കൂളിലെ അമേയ സുനിൽ, ചൂരക്കോട് NSS ഹൈസ്കൂളിലെ ജി ശ്രീലക്ഷ്മി എന്നിവരാണ് സംസ്ഥാനതല പഠനോത്സവ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടിയത്. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ ഹരിതകേരളം മിഷൻ UNDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിൻ്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അവബോധം കുട്ടികളിലെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് പഠനോത്സവവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ബ്ലോക്ക് മുനിസിപ്പാലിറ്റി തലത്തിൽ വിജയികളായ കുട്ടികളെയാണ് ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ പങ്കെടുപ്പിച്ചത്. ഇതിൽ വിജയികളായവരെ പങ്കെടുപ്പിച്ചാണ് മെയ് 20 മുതൽ 3 ദിവസം അടിമാലിയിലും മൂന്നാറിലുമായി പഠനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 7, 8, 9 ക്ലാസ്സുകളിലേക്ക് എത്തുന്ന 44 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സമ്മാന വിതരണ ചടങ്ങിൽ വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ലിജു പി തോമസ്, ഹരിതകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി അനിൽകുമാർ, കാത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ്, ജില്ലാ ക്വിസ് മാസ്റ്റർ ജിജി സാം, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പള്ളിക്കൂട്ടുമ ഫാത്തിമ മാതാ ദൈവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രം. മെയ് 12 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ. മെയ് 1 ബുധനാഴ്ച മുതൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അന്നു മുതൽ വൈകുന്നേരങ്ങളിൽ ജപമാലയും മധ്യസ്ഥ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നടത്തി വന്നു.
മെയ് 10 വെള്ളിയാഴ്ചയായിരുന്നു കൊടിയേറ്റ്. വികാരി ഫാദർ ജോസ് പുത്തഞ്ചിറ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൊടിയേറ്റിന് ശേഷം അർപ്പിച്ച വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സ്കറിയാസ് റാമ്പിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മരിച്ചവരുടെ ഓർമ്മ ആചരിച്ച് സെമിത്തേരി സന്ദർശനം നടത്തി. ശനിയാഴ്ച രാവിലെ 7-ന് കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. ഇതോടൊപ്പം നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ കളത്തിൽ, ഫാദർ സ്കറിയ പറപ്പള്ളിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച 6:45-ന് പ്രഭാത പ്രാർത്ഥനയോടെ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിക്കും. രാവിലെ 10-നാണ് ആഘോഷമായ തിരുനാൾ കുർബാന. തുടർന്ന് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണം സമാപിക്കുമ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങും. മീൻ പിടിക്കാനാണ് കോടിട്ടത്, അകപ്പെട്ടതോ വലിയ ഒരു മൂർഖൻ പാമ്പ്. സംഭവം തലവടി പഞ്ചായത്ത് 10-ാം വാർഡിൽ. തലവടി പഞ്ചായത്ത് 10-ാം വാർഡ് മകരച്ചാലി പാടത്തിൻ്റെ വാച്ചലിൽ സ്ഥാപിച്ച കൂടിനകത്താണ് മൂർഖൻ പാമ്പ് അകപ്പെട്ടത്. പാമ്പിനെ കണ്ട വിവരം പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ആനിമൽ ട്രെയിനറും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രജീഷ് ചക്കുളം എത്തി കൂട്ടിൽ അകപ്പെട്ട മൂർഖൻ പാമ്പിനെ കൂട്ടിൽ നിന്ന് പുറത്തെടുത്തു. പിന്നീട് പാമ്പിനെ റാന്നി ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൈമാറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം NB രാജൻ, സാമൂഹ്യ പ്രവർത്തകരായ മനോജ് ചിറപ്പറമ്പ്, MK സജി എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6725 രൂപ, പവന് 53,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.